ഞാനും മേഘ നിൽക്കുന്ന ഒരു ഫ്രെയിമിൽ മേഘയും എന്നെയും കൂടെ വെച്ചുകൊണ്ടൊരു സെൽഫി വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ പുലർത്തേണ്ട ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാകേണ്ട ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ അത്രയും സ്പേസ് എടുത്തുകൊണ്ട് ഒരു പുരുഷനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സെൽഫി വീഡിയോ ഒരു പെൺകുട്ടി പകർത്തുന്നു എന്നതിന്റെ ലക്ഷ്യം തന്നെ അത് റീച്ചാണ് എന്ന്, അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളാണെന്ന് ആർക്കും മനസ്സിലാകും. അത് അങ്ങനെ ഒരു ക്രൈം, ഒരു ആത്മഹത്യയിലേക്ക് ഒരു മനുഷ്യനെ നയിച്ച ഒരു ക്രൈമാണ്. അതിൽ പക്ഷേ ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് വളരെ ശുഷ്കാന്തിയോടെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമൊന്നും പോലീസിനും ഇല്ല. അത് മുകളിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ടാകാനും സാധ്യതയില്ല. പക്ഷേ നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ ഏറ്റവും വേദനയോടെ നമുക്ക് പറയേണ്ടി വരുന്ന ഒരു കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പുരുഷനും സ്ത്രീയും, സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ എതിരാളിയാണ് പുരുഷൻ എന്ന നിലയിലുള്ളൊരു വല്ലാത്ത മനോഭാവം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നിട്ടുണ്ടോ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.